ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഈ അമൃതം പൊടി വെച്ച് പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, എങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഇത് ഞങ്ങളുടെ 3 വയസ്സുകാരൻ കുട്ടിക്ക് അംഗനവാടിയിൽ നിന്ന് കിട്ടിയതാണ് ഈ അമൃതം പൊടി. അത് വെച്ചിട്ട് നമുക്കൊന്ന് പുട്ടുണ്ടാക്കി നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ അമൃതം പൊടി എടുത്തിട്ട് ഞാനിങ്ങനെ കുഴച്ചിട്ടുണ്ടേ. ഇങ്ങനെ കുഴയ്ക്കാന്ന് പറഞ്ഞാൽ പുട്ടിൻ്റെ പരുവത്തിന് ഇങ്ങനെ നല്ലണക്ക് നനച്ചെടുക്കണം. ലേശം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലണക്ക് ഇങ്ങനെ നനച്ച് എന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങ തിരുമ്മിയത് വേണം. അതിനായിട്ട് കുറച്ച് തേങ്ങ തിരുമ്മിയതും വേണം. സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. അമൃതപ്പൊടി കുട്ടികൾക്ക് നമ്മൾ കുറുക്കിയല്ലേ കൊടുക്കാറുള്ളത്. നമുക്ക് ഇങ്ങനെയും കൂടെ ഒന്ന് കൊടുത്ത് നോക്കാം, തിന്നുമെന്നറിയാലോ. ഇതിനായിട്ട് നമ്മൾ പുട്ടുകൂടം ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ടുകൂടത്തിൽ വെള്ളമൊക്കെ ഇട്ട് പാകത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു. പുട്ടുകൂടത്തിൽ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഇനി നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. പുട്ടിനായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ചില്ലി ഇട്ടിട്ടുണ്ടോയെന്ന് കേട്ടോ. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് അമൃതം പൊടി കുഴച്ചതിട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെയും പാതി ഒരു സ്ഥലത്ത് അടുത്ത തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്കത് അടച്ച് വെച്ചിട്ട് പുട്ടുകൂടത്തിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തീയൊന്ന് കൂട്ടി കൊടുക്കണേ, ഇല്ലെങ്കിൽ പെട്ടെന്ന് വേവത്തില്ലേ. ഇനി അത് അവിടെ നിന്ന് വേവട്ടെ. നമ്മുടെ പുട്ട് ഏകദേശം റെഡിയായെന്ന് തോന്നുന്നു. അമൃതം പുട്ട് ഞാൻ തീയൊക്കെ കുറച്ചു. ഒരു 10 മിനിറ്റ് ആയി, ഏകദേശം ഒരു 10 മിനിറ്റ് ആയി നമ്മളത് വെച്ചിട്ട്. നമുക്കിനി ഒന്ന് നോക്കാം അതെങ്ങനെയുണ്ടെന്നേ. നോക്കിയാലോ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ആദ്യമായിട്ട് ട്രൈ ചെയ്യുമെന്ന്. അപ്പം അതിൻ്റെതായ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നാൽ അതും ഫ്രണ്ട്സ് സദയം ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഒരു കുറ്റിയിട്ട് നോക്കാം. ഗൈസ്, നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം പുട്ടിൻ്റെയൊക്കെ ഒരു രൂപമില്ലേ. പിന്നെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് ഓവർ ചൂട് മാറുന്നതിന് മുമ്പിട്ട് നമ്മളത് കഴിക്കണം, എന്നാലേ കൊള്ളാവൂ. അമൃതം പൊടി ചൂടോടെ കഴിച്ചില്ലേ കൊള്ളത്തില്ല. കുട്ടികൾക്ക് അധികം ചൂടിൽ കൊടുക്കാതിരിക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് ഈ പുട്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. അതിൻ്റെ കൂടെ ഒന്ന് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും നല്ലതാണെങ്കിലും കമൻറ്റുകൾ അയയ്ക്കുക. ഓക്കെ ഗൈസ്, എങ്കിൽ ശരി, ബൈ ബൈ.